റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ദേശീയ പല്ലുവേദന ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊയിലോൺ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാനിമ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ ഷാനിമ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ക്വലോൺ ബ്രാഞ്ച് പ്രസിഡന്റ്. ഇന്ന് ഫെബ്രുവരി 9, ദേശീയ പല്ലുവേദനാ ദിനം. പല്ലിൻ്റെ അസ്വസ്ഥതയുടെ പൊതുവായ കാരണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും പല്ലുവേദനയുടെ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ വായുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും അനാവശ്യമായ വേദനയും അസ്വസ്ഥതയും ഒഴിവാക്കുവാനും നടപടികൾ കൈക്കൊള്ളാനുമാണ് ഈ ദിനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ആരോഗ്യ സംരക്ഷണം, അതിലെ ദന്ത സംരക്ഷണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വായ ശരീരത്തിൻ്റെ കണ്ണാടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിലെ ഒരു അവയവങ്ങളുടെയും അസുഖങ്ങളുടെയും പറിച്ചു മാറ്റാത്ത ബന്ധമാണ് വായയ്ക്കുള്ളത്. പലപ്പോഴും കരൾ, വൃക്ക, ഹൃദയ സംബന്ധങ്ങളായ അസുഖങ്ങളുടെ സൂചനകൾ ആദ്യം വായിലാണ് കാണപ്പെടുന്നത്. വായ ശുചിയാക്കി വെക്കുക എന്നുള്ളത് ശരീരം ശുചിയാക്കി വെക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒന്നും ചെയ്യാത്തവരാണ് അധികം ആളുകളും. ദിവസവും 2 നേരം ബ്രഷ് ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും പാനീയങ്ങൾ കുടിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധ നൽകിയാൽ പല്ലിന് യാതൊരു കേടുപാടുകളും വരാതെ സംരക്ഷിക്കുവാനാകും. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള ആഹാരം കഴിച്ചാലും വായും പല്ലും വൃത്തിയാക്കണം എന്നതാണ്. ചായയുടെയും കാപ്പിയുടെയും കാര്യത്തിലാണ് ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പല്ലിന് ക്യാവിറ്റീസ് ഉണ്ടാകുന്നത് പ്രധാന കാരണം കാപ്പിയോടും ചായയോടുമുള്ള നമ്മുടെ പ്രിയം തന്നെയാണ്. മധുരപാനീയങ്ങൾ ഏതും പല്ലിന് വില്ലൻ തന്നെയാണ്. അതിനാൽ മധുരം അധികമാകാതെ സൂക്ഷിക്കുക. കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള ശീതളപാനീയങ്ങൾ പല്ലുകളുടെ ആരോഗ്യത്തിന് ഏറെ ദോഷകരമാണ്. മധുരം പല്ലിൽ ക്യാവിറ്റീസ് ഉണ്ടാക്കുമ്പോൾ കാർബണേറ്റ് പല്ലിന്റെ സ്വാഭാവികമായ ഇനാമൽ നഷ്ടപ്പെടുത്തുന്നു. മദ്യപാനവും പുകവലിയും പല്ലിനെ നശിപ്പിക്കും. മദ്യപിക്കുമ്പോൾ ശരീരത്തിൽ ജലാംശം നഷ്ടമാകുന്നതിനാൽ പല്ലിന്റെ ബലം കുറയുന്നതിന് കാരണമാകുന്നു. അതുപോലെ കടുത്ത പുകവലിക്കാരിൽ ഉമിനീരിന് കട്ടി കൂടുതലായിരിക്കും. ഇതുമൂലം പല്ലുകളിൽ ഉമിനീർ ഒഴുകിയിറങ്ങില്ല. ഇത് പല്ലുകളിൽ ബാക്ടീരിയ ഇടം പിടിക്കാനും അത് പല്ലുകളിൽ അടിഞ്ഞ് ക്യാവിറ്റി ഉണ്ടാകുവാനും ഇടയാകുന്നു. ശരിയായ വിധത്തിൽ ബ്രഷ് ചെയ്യാതിരിക്കുകയോ മോണ സംരക്ഷിക്കാതിരിക്കുകയോ ചെയ്താൽ മോണകളിൽ അണുക്കൾ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ കൂടെ അടിഞ്ഞുകൂടുകയും പിന്നീട് പ്ലാക്ക്, കാൽക്കുലസ് ഒക്കെയായി മാറുകയും അവ ഉൽപ്പാദിക്കുന്ന അമ്ലം കാരണം മോണകൾക്കും പല്ലുകൾക്കും ബലക്ഷയം സംഭവിക്കുകയും പല്ലുകൾ കൊഴിയാനും കാരണമാകുന്നു. പലപ്പോഴും പുളിപ്പ് അല്ലെങ്കിൽ വേദന വരുമ്പോൾ മാത്രമാണ് നമ്മൾ പല്ലുകൾ ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ ദന്താരോഗ്യ പ്രശ്നങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും ചികിത്സകൾ ലഭ്യമാണ്. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ ചിലവ് കുറഞ്ഞതും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായ ചികിത്സ ചെയ്യുവാൻ സാധിക്കും. ഓരോ 6 മാസം കൂടുമ്പോഴും ഒരു ദന്താരോഗ്യ വിദഗ്ധനെ കാണുന്നതാണ് ഉചിതം. വേദന കുറയ്ക്കാനും വീക്കം കുറയ്ക്കാനുമുള്ള ഒരു ഫലപ്രദമായ മാർഗം ഉപ്പുവെള്ളം ഉപയോഗിച്ച് വായ കഴുകുക എന്നതാണ്. വേദന ശമിപ്പിക്കുന്നതിനായി ഓവർ ദ കൗണ്ടർ വേദന സംഹാരികളെ ഒരു ദന്തരോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ഉറപ്പുവരുത്തുക. അതുകൂടാതെ വേദന നിയന്ത്രണ ജെല്ലുകളും ലഭ്യമാണ്. അവ ബാധിത പ്രദേശത്ത് പുരട്ടാം. 2 ദിവസം പുരട്ടിയതിനു ശേഷവും വേദന തുടരുകയാണെങ്കിൽ ഒരു ദന്തരോഗ വിദഗ്ധനെ കാണേണ്ടതാണ്. ചെറിയ പല്ലുവേദന വരുമ്പോഴേ അനാവശ്യമായി ആന്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ബ്രഷ് ടോയ്ലറ്റിൽ നിന്ന് കുറഞ്ഞത് 6 അടിയെങ്കിലും മാറ്റിവെക്കുക. മോണയിൽ നിന്ന് രക്തസ്രാവം, അസഹ്യമായ പല്ലുവേദന, താടിയെല്ലുകളിൽ വേദന, നീര് തുടങ്ങിയവ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ നിങ്ങളുടെ ദന്ത ഡോക്ടറോട് വിവരം പറയുക. പല്ലുകളിലെ കേട്, മോണരോഗം, മുച്ചുണ്ട്, വായിലും മുഖത്തും ഉണ്ടാകുന്ന വേദനകൾ, വായിലുണ്ടാകുന്ന അർബുദങ്ങൾ, വായനാറ്റം എന്നിങ്ങനെ ദന്ത സംബന്ധമായ രോഗങ്ങൾ നിരവധിയാണ്. എന്നാൽ ഇവയെല്ലാം ഒഴിവാക്കാൻ കഴിയുന്നതോ തക്ക സമയത്ത് കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയുന്നതോ ആണ്. ദന്ത സംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കുക മാത്രമല്ല, അത് ഉണ്ടാകാതെ നോക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്.
ദന്തപരിചരണത്തിലെ ആധുനിക സംവിധാനങ്ങൾ ഇന്ന് പലയിടത്തും ലഭ്യമാകുന്നത് വലിയൊരളവിൽ ഇത്തരം രോഗങ്ങളെ കുറച്ചു നിർത്താൻ സഹായിക്കുന്നതാണ്. ദന്ത സംരക്ഷണത്തിനെക്കുറിച്ച് ഇന്ന് നിരവധി തെറ്റിദ്ധാരണകളുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനായി ശാസ്ത്രീയമായി ദന്തവിദ്യാഭ്യാസം നേടിയ ഡെന്റിസ്റ്റുകൾ ഇന്ന് കർമ്മനിരതരാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനാണ്. കഴിഞ്ഞ 60 വർഷത്തിൽ കേരളത്തിൻ്റെ പൊതുജന ദന്ത ആരോഗ്യം വളരെയേറെ മെച്ചപ്പെട്ടതിൽ 1969 രൂപം കൊണ്ട കേരളത്തിലെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ പങ്ക് നിർണായകമാണ്. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ദേശീയ പല്ലുവേദന ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊയിലോൺ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാനിമ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.